ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് തുടക്കമായി. ജനാധിപത്യത്തിന് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ച രാജ്യമാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ദിവസം ലോക്സഭയിൽ പ്രതിപക്ഷ ബഹളം. അംഗങ്ങൾ സഭയുടെ മാന്യതയ്ക്കനുസരിച്ച് പെരുമാറണമെന്ന് സ്പീക്കർ ഓം ബിർള. ദിത്വ ചുഴലിക്കാറ്റ് നാശം വിതച്ച ശ്രീലങ്കയ്ക്ക് ഓപ്പറേഷൻ സാഗർ ബന്ധുവിലൂടെ സഹായം തുടർന്ന് ഇന്ത്യൻ വ്യോമസേന. 237 മലയാളികൾ ഉൾപ്പെടെ 335 ഇന്ത്യക്കാരെ തിരികെ എത്തിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ശേഷിക്കെ പ്രചാരണ ചൂടിൽ കേരളം. പൂരിപ്പിച്ച എന്യൂമറേഷൻ ഫോം തിരികെ നൽകാത്തവർ എത്രയും വേഗം കൈമാറണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. 26ാമത് ഹോൺബിൽ ഫെസ്റ്റിവലിന് നാഗാലാൻഡിലെ കൊഹിമയിൽ ഇന്ന് തുടക്കമാകും. ഇന്ത്യൻ കുടിയേറ്റക്കാരിലൂടെ US സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏറെ പ്രയോജനം ലഭിച്ചതായി H-1B വിസ പദ്ധതിയെ ന്യായീകരിച്ച് ടെസ്ല CEO എലോൺ മസ്ക്. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് തുടക്കമായി. 19 ദിവസത്തെ സമ്മേളനത്തിൽ 13 ബില്ലുകളാണ് പരിഗണിക്കുന്നത്. ആദ്യ ദിവസം ലോക്സഭയിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നടപടികൾ തടസ്സപ്പെട്ടു. അംഗങ്ങൾ സഭയുടെ മാന്യതയ്ക്കനുസരിച്ച് പെരുമാറണമെന്ന് സ്പീക്കർ ഓം ബിർള പറഞ്ഞു. सदन में नियोजित तरीके से बाधित करना लोकतंत्र में अच्छी परंपराएं नहीं है. आप अपनी सीट पर विराजें. सदन की कार्रवाई आज 12 बजे तक के लिए स्थगित की जाती है. ലോക്സഭ ആദ്യം 12 മണിവരെയും പിന്നീട് 2 മണിവരെയും നിർത്തിവെച്ചു. രാജ്യസഭയിൽ ജമ്മു കശ്മീരിൽ നിന്നുള്ള 3 പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയോടെയാണ് നടപടികൾ ആരംഭിച്ചത്. നാഷണൽ കോൺഫറൻസ് പാർട്ടിയിൽ നിന്നുള്ള ഷമി ഒബ്രോയ്, സജാദ് അഹമ്മദ് കിച്ലു, ചൌധരി മുഹമ്മദ് റംസാൻ എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ രാജ്യസഭാ ചെയർമാനാകുന്ന ആദ്യ പാർലമെന്റ് സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് ആശംസകൾ നേർന്നു. ജനാധിപത്യത്തിന് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച രാജ്യമാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശീതകാല സമ്മേളനത്തിന് മുന്നോടിയായി പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ സ്ത്രീകളുടെ മികച്ച പങ്കാളിത്തത്തിലൂടെ പൂർണ്ണതയിലെത്തുന്ന കാഴ്ചയ്ക്ക് നാം സാക്ഷ്യം വഹിച്ചതാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. वो लोकतंत्र की सबसे बड़ी ताकत है. माताओं बहनों की जो भागीदारी बढ़ रही है, ये अपने आप में एक नई आशा, नया विश्वास पैदा करती है. एक तरफ लोकतंत्र की मजबूती और इस लोकतांत्रिक व्यवस्थाओं के भीतर अर्थतंत्र की मजबूती, इसको भी दुनिया बहुत बारीकी से देख रही है. भारत ने सिद्ध कर दिया है डेमोक्रेसी कैन डिलीवर. കേരളം, തമിഴ്നാട്, ലക്ഷദ്വീപ് ഉൾപ്പെടെയുള്ള 12 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണത്തിന്റെ സമയപരിധി നീട്ടി. ഡിസംബർ 11 വരെ എന്യൂമറേഷൻ ഫോമുകൾ തിരികെ നൽകാം. 16-നാണ് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക. 2026 ഫെബ്രുവരി 14-ന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. സംസ്ഥാനത്താകെ 244 വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ സജ്ജമാക്കിയിട്ടുള്ളതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ അറിയിച്ചു. ത്രിതല പഞ്ചായത്തുകൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലും മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവയ്ക്ക് അതത് സ്ഥാപന തലത്തിലുമാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ളത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി 81% എന്യൂമറേഷൻ ഫോമുകളുടെ അപ്ലോഡിംഗ് പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. ഫോം ഇതുവരെയും പൂരിപ്പിച്ച് നൽകാത്തവർ എത്രയും വേഗം BLOമാർക്ക് കൈമാറണമെന്നും അദ്ദേഹം പറഞ്ഞു. കിടപ്പ് രോഗികൾ, പ്രായമായവർ, ശാരീരിക വെല്ലുവിളി നേരിടുന്നവർ ഉൾപ്പെടെ പട്ടികയിൽ ചേർക്കാൻ വിട്ടുപോയവരെ ഉൾപ്പെടുത്തുന്നതിനാണ് ഇനി കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ദിത്വ ചുഴലിക്കാറ്റ് നാശം വിതച്ച ശ്രീലങ്കയിൽ ഓപ്പറേഷൻ സാഗർ ബന്ധുവിന്റെ ഭാഗമായി മാനുഷിക സഹായം തുടർന്ന് ഇന്ത്യൻ വ്യോമസേന. മണ്ണിടിച്ചിലിൽ തകർന്ന കോട്ട്മലയിൽ ഉൾപ്പെടെ ഇന്ത്യൻ വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകൾ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ശ്രീലങ്കയിൽ നിന്നും രക്ഷപ്പെടുത്തിയ 237 മലയാളികൾ ഉൾപ്പെടെ 335 ഇന്ത്യക്കാരെ വ്യോമസേന ഇന്നലെ തിരുവനന്തപുരത്തെത്തിച്ചു. അതേസമയം ശ്രീലങ്കയിൽ ചുഴലിക്കാറ്റിനെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം 334ആയി. സരസ് ആജീവിക ഫുഡ് ഫെസ്റ്റിവലിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഉദ്ഘാടനം ചെയ്യും. കേരളം ഉൾപ്പെടെ 25 സംസ്ഥാനങ്ങളിൽ നിന്നും ഏകദേശം 300 ലഖ്പതി ദീദിമാരും സ്വയം സഹായ സംഘങ്ങളിലെ വനിതകളും മേളയിൽ പങ്കെടുക്കുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. ഭക്ഷ്യമേള ഈ മാസം 9-ന് സമാപിക്കും. ഇന്ന് ഗീതാ ജയന്തി.
ഭഗവത്ഗീതയുടെ പ്രബോധനത്തിന്റെ പ്രാധാന്യം അനുസ്മരിക്കാനാണ് ആഘോഷം. മതവിശ്വാസങ്ങൾക്കുപരിയായി മനുഷ്യൻ നേരിടുന്ന ആത്മീയവും ഭൗതികവുമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് ഭഗവത്ഗീത മുന്നോട്ട് വയ്ക്കുന്നത്. ഗീതാ ജയന്തി ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രി JP നഡ്ഡ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. തമിഴ്നാട്ടിലെ ശിവഗംഗ ജില്ലയിൽ 11 പേർ മരിക്കാനിടയായ വാഹന അപകടത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, തമിഴ്നാട് മുഖ്യമന്ത്രി തുടങ്ങിയവർ ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും ധനസഹായം നൽകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. അമേരിക്കയിലെ H-1B വിസ പദ്ധതിയെ ന്യായീകരിച്ച് ടെസ്ല CEO എലോൺ മസ്ക്, ഇന്ത്യൻ കുടിയേറ്റക്കാരിലൂടെ US സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ പ്രയോജനം ലഭിച്ചിട്ടുണ്ടെന്നും എന്നാൽ ചില സ്ഥാപനങ്ങൾ വിസ സമ്പ്രദായം ദുരുപയോഗം ചെയ്യുന്നതായും അദ്ദേഹം പറഞ്ഞു. ആഗോള പ്രതിഭകളെ ആകർഷിക്കുന്നതിൽ H-1B പ്രോഗ്രാം സുപ്രധാനമായതിനാൽ ഇത് പൂർണ്ണമായി നിർത്തലാക്കുന്നതിന് പകരം ദുരുപയോഗം തടയുകയാണ് വേണ്ടതെന്നും എലോൺ മസ്ക് ആവശ്യപ്പെട്ടു. ഇന്ന് ലോക എയ്ഡ്സ് ദിനം. തടസ്സങ്ങളെ മറികടക്കുക, എയ്ഡ്സ് പ്രതിരോധത്തെ പരിവർത്തനം ചെയ്യുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഫലപ്രദമായ HIV പ്രതിരോധം, രോഗനിർണയം, ചികിത്സ എന്നിവയിലൂടെ രോഗം നിയന്ത്രിക്കാൻ സാധിക്കും. പലപ്പോഴും രോഗബാധ തിരിച്ചറിയാൻ കഴിയാത്തതാണ് വെല്ലുവിളിയെന്ന് സംസ്ഥാന എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റി പ്രൊജക്ട് ഡയറക്ടർ ഡോക്ടർ പീയൂഷ് M. നമ്പൂതിരിപ്പാട് ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. അണുബാധ കണ്ടെത്തിയവരിൽ 95% വ്യക്തികളെങ്കിലും ചികിത്സ ഉറപ്പാക്കണം. കൂടാതെ ചികിത്സയിൽ ഉള്ളവരിൽ 95% വ്യക്തികൾക്കെങ്കിലും വൈറൽ സപ്രഷൻ ഉറപ്പാക്കുകയും വേണം. ഇതിനായി വിവിധ സേവന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. HIV കൗൺസിലിംഗിലും മറ്റും നമ്മൾ ജ്യോതിസ് കേന്ദ്രങ്ങളും, ചികിത്സയ്ക്കായി ART, ഉഷസ് കേന്ദ്രങ്ങളും, ലൈംഗിക രോഗ ചികിത്സയ്ക്കായി പുലരി കേന്ദ്രങ്ങളും, HIV അണുബാധ പിടിപെടാൻ സാധ്യത കൂടിയ വിഭാഗങ്ങളിൽ സുരക്ഷാ പ്രൊജക്ടുകളും കേരള സംസ്ഥാന എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്നു. എയ്ഡ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി ദേശീയതലത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിക്ക് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ നേതൃത്വം നൽകും. 26ാമത് ഹോൺബിൽ ഫെസ്റ്റിവലിന് ഇന്ന് നാഗാലാൻഡിലെ കൊഹിമയിൽ തുടക്കമാകും. സംസ്ഥാന രൂപീകരണത്തോടനുബന്ധിച്ച് പ്രധാന നാഗഗോത്രങ്ങളെ ഉൾപ്പെടുത്തി കിസാമ പൈതൃക ഗ്രാമത്തിലാണ് 10 ദിവസത്തെ ആഘോഷ പരിപാടി സംഘടിപ്പിക്കുന്നത്. 2 പതിറ്റാണ്ടിലേറെയായി ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ സാംസ്കാരിക ഉത്സവങ്ങളിലൊന്നായി ഹോൺബിൽ ഫെസ്റ്റിവൽ മാറിയിട്ടുണ്ട്. നാഗാലാൻഡ് സംസ്ഥാന രൂപീകരണ ദിനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ ആശംസകൾ നേർന്നു. സമാധാനപരവും സമൃദ്ധവുമായ ഭാവി നാഗാലാൻഡിനുണ്ടാകട്ടെയെന്ന് രാഷ്ട്രപതി ആശംസിച്ചു. സേവനം, ധൈര്യം, അനുകമ്പ എന്നിവയിൽ വേരൂന്നിയ പൈതൃകമുള്ള സംസ്ഥാനം വരും വർഷങ്ങളിൽ അഭിവൃദ്ധിയിലും പുരോഗതിയിലും മുന്നേറട്ടെയെന്ന് പ്രധാനമന്ത്രി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. നാവിക ദിനാഘോഷങ്ങളുടെ ഭാഗമായുള്ള അഭ്യാസ പ്രകടനങ്ങളുടെ തയ്യാറെടുപ്പുകൾ തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. സമ്പൂർണ്ണ പരിശീലനം ഇന്ന് നടക്കും. ബുധനാഴ്ച ശംഖുമുഖം ബീച്ചിലാണ് ദേശീയ നാവിക ദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള അഭ്യാസ പ്രകടനം നടക്കുന്നത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യാതിഥിയായി പങ്കെടുക്കും. സംസ്ഥാന ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവന്റെ പേര് ഇന്നു മുതൽ ലോക് ഭവൻ എന്നായി മാറും. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവിനെ തുടർന്നാണ് പേരുമാറ്റം. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറാണ് രാജ്ഭവനുകളുടെ പേരുമാറ്റം നിർദ്ദേശിച്ചത്. ലഫ്റ്റനന്റ് ഗവർണർമാരുടെ വസതി ഇനി മുതൽ ലോക് നിവാസ് എന്നും അറിയപ്പെടും. കിഫ്ബി മസാല ബോണ്ടുകൾ പുറത്തിറക്കിയതിൽ വിദേശ വിനിമയ മാനേജ്മെന്റ് ആക്ട് ലംഘിച്ചെന്നാരോപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുൻ ധനമന്ത്രി TM തോമസ് ഐസക്, കിഫ്ബി CEO KM എബ്രഹാം തുടങ്ങിയവർക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചു. 2019 ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ 9.72% പലിശ നിരക്കിൽ ലിസ്റ്റ് ചെയ്ത മസാല ബോണ്ടുകൾ വഴി 2150 കോടി രൂപ സമാഹരിക്കുന്നതിൽ ഫെമ മാനദണ്ഡങ്ങൾ കിഫ്ബി ലംഘിച്ചതായി ED കണ്ടെത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് തുടക്കമായി. ജനാധിപത്യത്തിന് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ച രാജ്യമാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ദിവസം ലോക്സഭയിൽ പ്രതിപക്ഷ ബഹളം. അംഗങ്ങൾ സഭയുടെ മാന്യതയ്ക്കനുസരിച്ച് പെരുമാറണമെന്ന് സ്പീക്കർ ഓം ബിർള. ദിത്വ ചുഴലിക്കാറ്റ് നാശം വിതച്ച ശ്രീലങ്കയ്ക്ക് ഓപ്പറേഷൻ സാഗർ ബന്ധുവിലൂടെ സഹായം തുടർന്ന് ഇന്ത്യൻ വ്യോമസേന. 237 മലയാളികൾ ഉൾപ്പെടെ 335 ഇന്ത്യക്കാരെ തിരികെ എത്തിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ശേഷിക്കെ പ്രചാരണ ചൂടിൽ കേരളം. പൂരിപ്പിച്ച എന്യൂമറേഷൻ ഫോം തിരികെ നൽകാത്തവർ എത്രയും വേഗം കൈമാറണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. 26ാമത് ഹോൺബിൽ ഫെസ്റ്റിവലിന് നാഗാലാൻഡിലെ കൊഹിമയിൽ ഇന്ന് തുടക്കമാകും.
ഇന്ത്യൻ കുടിയേറ്റക്കാരിലൂടെ US സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏറെ പ്രയോജനം ലഭിച്ചതായി H-1B വിസ പദ്ധതിയെ ന്യായീകരിച്ച് ടെസ്ല CEO എലോൺ മസ്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.